ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോസിൽ ഫുൾ ഞാൻ ലാസ്റ്റ് മന്ത് മാർച്ചിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു മിനി സൂ ഒന്ന് കാണണം, അതെന്താ സംഭവം എന്ന് എക്സ്പ്ലോർ ചെയ്യണം. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഒന്നും മേടിച്ചില്ലെങ്കിലും എല്ലാം കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ദൂരം നടക്കാൻ പോയി. ഈവൻ രാത്രി നടക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വർക്ക് പ്രഷറിൻ്റെയും ക്വാളിറ്റിയുടെയും ഒക്കെ ഇടയിൽ നമുക്ക് കുറച്ച് ടൈം ഓഫീസിൽ നിന്ന് നമുക്ക് ഡേ ഔട്ടിങ്ങിന് സമയം തന്നു. നമ്മൾ പോയത് ചെറായിയുള്ള ക്ലബ് മഹേന്ദ്രയിലായിരുന്നു. അവിടെ നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് ആണെച്ചാലും ആംബിയൻസ് ആണെച്ചാലും. പിന്നെ ഇവിടെ ഞാൻ ഫിഷിങ് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫിഷിങ് ചെയ്യുന്നത്. എനിക്കൊരു മീനെ കിട്ടുകയും ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നമുക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിൽക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് അവിടെ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോറിനേഴ്സിനാ തോന്നുന്നു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ ഫുഡ് ഓക്കെ ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടും നമ്മൾ കൊച്ചി തന്നെ ഉള്ളതുകൊണ്ടും ഞങ്ങൾ കൊച്ചി ബിനാലെ കാണാൻ പോയി. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഐഡിയാസും കുറേ നമ്മളിതുവരെ കാണാത്ത കുറേ കാര്യങ്ങളായതുകൊണ്ടും ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ക്രിയേറ്റിവിറ്റിയും അങ്ങനെയുള്ള പെയിൻറ്റിങ്സും. എനിക്ക് പൊതുവേ പെയിൻറ്റിങ്സിനോടും ഇങ്ങനെ ആർട്ട് വർക്കിനോടൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ആ ഇവൻ്റെന്ന് എനിക്ക് തോന്നിയതും. എന്നാലും എനിക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് ഫോർട്ട് കൊച്ചിയിൽ എവിടേക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത് അത് ഞാൻ നോക്കി പോയിട്ട് ഫുൾ കഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാം കിട്ടിയില്ല. അന്ന് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുൾ എല്ലാ കടകളും ലീവാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യലൊന്നും നടന്നില്ല. പിന്നെ എന്നെ അവിടെ അത്ഭുതപ്പെടുത്തിയ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഉറുമ്പിൻ്റെ കൂട് തന്നെയായിരുന്നു. ഉറുമ്പും ഉറുമ്പിൻ്റെ പൊത്തും കൂടും ഇത് ഭയങ്കര അധികം ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി പോയ പിന്നെ പോവാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ജ്യൂ ടൗൺ. അവിടെ നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആൻഡ് ഭയങ്കര തിരക്കായിരുന്നു. എന്ത് തിരക്കായിരുന്നു വെച്ചാൽ ഫോട്ടോഷൂട്ടും ഭയങ്കര ഫാമിലി ആയിട്ടും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ അധികം നേരം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ലതായിരുന്നു. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് ഇങ്ങനെ സാധനങ്ങളൊക്കെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും വിൽക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ആൻറ്റിക് പീസസും അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മളെല്ലാം നോക്കി പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. കുറേ പേര് ഇവിടേക്ക് വന്നത് തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. കോസ്റ്റ്യൂംസൊക്കെ കണ്ടാൽ നല്ല ഭംഗിയിൽ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് അവർ തരുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ആണെങ്കിലും അറിയാം ഞാൻ അത്ര നേരത്തെ എണീക്കുന്ന ഒരാളല്ല. ഇതുവരെ ഞാൻ പുലർച്ചെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഞാൻ രാവിലെ നേരത്തെ എണീച്ച് ഒരു 4 മണിക്കൊക്കെ എണീച്ച് ഞാൻ പോയിട്ടുള്ളത് പഴനിക്കാണ്. അവിടെ പോയപ്പോൾ രാവിലെ ഒന്നും ഫുഡില്ല, ആയിട്ടില്ല. 6 മണിക്കൊന്നും എത്തിയത്. അപ്പോൾ ഫുഡൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് സുണ്ടലും മറ്റേ ഉപ്മാവുമാണ് കഴിച്ചത്. പറയാതിരിക്കാൻ വയ്യ, റോഡ് അടിപൊളി. പിന്നെ 2 സൈഡിലും ഫുൾ ഇങ്ങനെ കാറ്റാടിപ്പാടവും ഫുൾ തെങ്ങ്, അതേപോലെ കുറേ കൃഷി. അവിടെയുള്ള ഒരു ഫാം ഹൗസ് പോലെയുള്ള വീടുകൾ. എന്ത് ഭംഗിയാണ് ശരിക്കും തമിഴ്നാട് ആ സ്ഥലമൊക്കെ കാണാൻ. എക്സാക്റ്റ് തമിഴ്നാടാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പോണ വഴിക്കുള്ള സ്ഥലമാണെന്ന്. പിന്നെ പോണ വഴിക്കൊരു ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നത് കണ്ടു. വേറെ അല്ലാതെ ഒന്നും നമ്മൾ കണ്ടില്ല. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഫുൾ ഇങ്ങനെയാണ് പോകുന്ന വഴിക്ക്. നമ്മൾ പോയത് പൊള്ളാച്ചി റൂട്ടിലാണ്. പിന്നെ പഴനിയിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.